കേരളത്തിന്റെ ശില്പചാരുതയുടെ ആത്മാവിൽ ഒരു പുരാതന രഹസ്യം മറഞ്ഞിരിപ്പുണ്ട്. കാലം മായ്ക്കാത്ത ഒരു ബുദ്ധമത സ്വാധീനത്തിന്റെ കഥയാണിത്. നമുക്ക് തുടങ്ങാം. നൂറ്റാണ്ടുകൾക്കു മുൻപ് അശോക ചക്രവർത്തിയുടെ കാലത്ത് കാവിയുടുച്ച സന്യാസിമാർ ശാന്തിയുടെയും അഹിംസയുടെയും സന്ദേശവുമായി ഈ മണ്ണിലെത്തി. അവർ ധ്യാനത്തിനും ആരാധനയ്ക്കുമായി ലളിതമായ നിർമ്മിതികൾ തുടങ്ങി. അർദ്ധഗോളാകൃതിയിലുള്ള സ്തൂപങ്ങൾ പ്രപഞ്ചത്തിന്റെ പ്രതീകമായി ഇവിടെ ഉയർന്നു. ഈ സ്തൂപങ്ങൾ ഒരു ശവകുടീരം മാത്രമായിരുന്നില്ല, മറിച്ച് ബുദ്ധന്റെ നിർവ്വാണത്തെയും ധർമ്മത്തെയും ഓർമ്മിപ്പിക്കുന്ന പവിത്രമായ കേന്ദ്രങ്ങളായിരുന്നു. സ്തൂപങ്ങളുടെ വൃത്താകൃതിയിലുള്ള ഈ രൂപകൽപ്പന കേരളത്തിലെ വാസ്തുവിദ്യയെ ആഴത്തിൽ സ്വാധീനിച്ചു. ഇത് പിന്നീട് പല നിർമ്മിതികളുടെയും അടിസ്ഥാനമായി മാറി. കാലക്രമേണ ബുദ്ധമത ആശയങ്ങളും തദ്ദേശീയമായ നിർമ്മാണ രീതികളും പരസ്പരം ലയിക്കാൻ തുടങ്ങി. പുതിയൊരു വാസ്തുവിദ്യാ ശൈലിക്ക് ഇത് ജന്മം നൽകി. ഇവിടെ നിന്നാണ് വട്ടശ്രീകോവിലുകൾ എന്ന ആശയം ഉടലെടുക്കുന്നത്. സ്തൂപങ്ങളുടെ വൃത്താകൃതിയിലുള്ള ശ്രീകോവിലുകൾ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകതയായി മാറി. സ്തൂപത്തിനു മുകളിലെ അർദ്ധഗോളം ക്ഷേത്രങ്ങളുടെ ശിഖരങ്ങളായി പരിണമിച്ചു. സംരക്ഷണത്തിനായി തടികൊണ്ടുള്ള മേൽക്കൂരകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. കേരളത്തിലെ കനത്ത മഴയിൽ നിന്നും ശില്പങ്ങളെ സംരക്ഷിക്കാൻ തടിയിൽ തീർത്ത ചെരിഞ്ഞ മേൽക്കൂരകൾ അനിവാര്യമായി. ഇത് തനതായ കേരളീയ ശൈലിയായി മാറി. ചില ക്ഷേത്രങ്ങളിൽ ഗജപൃഷ്ഠ ശൈലി സ്വീകരിച്ചു, ആനയുടെ പിൻഭാഗം പോലെ. ബുദ്ധവിഹാരങ്ങളിലെ ചൈത്യശാലകളിൽ നിന്നാണ് ഈ രൂപം പ്രചോദനം ഉൾക്കൊണ്ടത്. വാസ്തുവിദ്യയിൽ മാത്രമല്ല, കലയിലും ഈ സ്വാധീനം പ്രകടമായിരുന്നു. ബുദ്ധവിഗ്രഹങ്ങളിലെ ശാന്തവും ഗംഭീരവുമായ ഭാവങ്ങൾ ഹൈന്ദവ ശില്പങ്ങളെ സ്വാധീനിച്ചു. വിഗ്രഹങ്ങളുടെ ധ്യാനാത്മകമായ ഇരിപ്പും കൈകളിലെ മുദ്രകളും ബോധിസത്വന്മാരുടെ രൂപങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ആദ്യകാല ശിലാക്ഷേത്രങ്ങൾ ബുദ്ധഭിക്ഷുക്കളുടെ ഗുഹാവിഹാരങ്ങളുടെ തുടർച്ചയായിരുന്നു. കുന്നുകൾ തുരന്നുണ്ടാക്കിയ ഈ നിർമ്മിതികൾ വാസ്തുവിദ്യയിലെ ഒരു വിസ്മയമാണ്. സ്തൂപങ്ങൾക്കു ചുറ്റും ഭക്തർ പ്രദക്ഷിണം വെച്ചിരുന്ന പാത ക്ഷേത്രങ്ങളിലെ പ്രദക്ഷിണ വഴിയായി മാറി. ഇത് ആരാധനയുടെ ഒരു പ്രധാന ഭാഗമായി തുടർന്നു. ശ്രീകോവിലിനു ചുറ്റുമുള്ള നാലമ്പലം എന്ന നിർമ്മിതി ബുദ്ധവിഹാരങ്ങളിലെ സംഘാരാമങ്ങളുടെ ഘടനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാകാം. തടിയിലുള്ള കൊത്തുപണികളും സങ്കീർണമായ നിർമ്മിതികളും കേരളീയ വാസ്തുവിദ്യയുടെ മുഖമുദ്രയാണ്. ഈ വൈദഗ്ധ്യം നൂറ്റാണ്ടുകളിലൂടെ കൈമാറി വന്നു. ക്ഷേത്രചുവരുകളിലെ ചുവർച്ചിത്രകലയിലും ബുദ്ധമതത്തിന്റെ സ്വാധീനം കാണാം. അജന്തയിലെ ഗുഹാചിത്രങ്ങളോട് സാമ്യമുള്ള ശൈലികൾ ഇവിടെയും കാണാം. 8ാം നൂറ്റാണ്ടോടെ ബുദ്ധമതത്തിന്റെ സ്വാധീനം കുറയുകയും നിലവിലുണ്ടായിരുന്ന പല വിഹാരങ്ങളും ക്ഷേത്രങ്ങളായി രൂപാന്തരപ്പെടുകയും ചെയ്തു. തൃശൂരിലെ വടക്കുന്നാഥൻ ക്ഷേത്രം പോലുള്ള മഹാക്ഷേത്രങ്ങളുടെ വാസ്തുവിധിയിൽ പോലും ഈ പുരാതന ബുദ്ധമത സ്വാധീനത്തിന്റെ പ്രതിധ്വനികൾ കണ്ടെത്താനാകും. കവിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ശിലാനിർമ്മിതികളും ഗുഹാക്ഷേത്രവും ഈ പരിണാമഘട്ടത്തിലെ സുപ്രധാനമായ ഉദാഹരണങ്ങളാണ്. ആലപ്പുഴയിലെ കരുമാടിക്കുട്ടൻ എന്ന ബുദ്ധവിഗ്രഹം കേരളത്തിലെ ബുദ്ധമത പാരമ്പര്യത്തിന്റെ നഷ്ടപ്പെട്ടുപോകാത്ത ഒരു അടയാളമായി ഇന്നും നിലകൊള്ളുന്നു. ക്ഷേത്രങ്ങളിലെ കെട്ടുകാഴ്ച, പൂരങ്ങൾ തുടങ്ങിയ പല ആചാരങ്ങളിലും ബൗദ്ധ പാരമ്പര്യത്തിന്റെ സ്വാധീനം കാണാമെന്ന് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. ക്ഷേത്രങ്ങളിലെ കെട്ടുകാഴ്ച, പൂരങ്ങൾ തുടങ്ങിയ പല ആചാരങ്ങളിലും ബൗദ്ധ പാരമ്പര്യത്തിന്റെ സ്വാധീനം കാണാമെന്ന് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. ശ്രീകോവിലിനു മുന്നിലെ നമസ്കാര മണ്ഡപം ബുദ്ധചൈത്യങ്ങളിലെ പ്രാർത്ഥനാ ഹാളുകളുടെ ഒരു ചെറിയ രൂപമായി കണക്കാക്കപ്പെടുന്നു. ഈ സ്വാധീനം പലപ്പോഴും പ്രത്യക്ഷമായി കാണാൻ കഴിഞ്ഞെന്നു വരില്ല. അത് കേരളത്തിന്റെ വാസ്തുവിദ്യയുടെയും കലയുടെയും അടിത്തറയിൽ അലിഞ്ഞുചേർന്നിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളൊരു കേരളീയ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ അതിന്റെ രൂപകൽപ്പനയിലെ ബുദ്ധമത പാരമ്പര്യത്തെ ഓർക്കുക. വൃത്താകൃതിയിലുള്ള ആ ശ്രീകോവിലിനുള്ളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രവും സംസ്കാരങ്ങളുടെ സംഗമവും തുടിച്ചു നിൽക്കുന്നുണ്ട്. ക്ഷേത്രഗോപുരങ്ങൾ മുതൽ ശ്രീകോവിൽ വരെ സ്തൂപങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്കുള്ള ആ യാത്രയുടെ കഥ പറയുന്നു. കേരളത്തിന്റെ ശില്പകല വെറുമൊരു നിർമ്മാണമല്ല, മറിച്ച് പല സംസ്കാരങ്ങൾ ഒരുമിച്ചു ചേർന്ന ഒരു മഹത്തായ ചരിത്രമാണ്. ബുദ്ധമതത്തിന്റെ ശാന്തിയും ലാളിത്യവും ഹൈന്ദവ ഭക്തിയുടെ ഗാംഭീര്യവും ഒത്തുചേർന്നാണ് കേരളീയ വാസ്തുവിദ്യയെ അദ്വിതീയമാക്കുന്നത്. ഈ ചരിത്രകഥ ഇനിയും അവസാനിക്കുന്നില്ല. കേരളത്തിന്റെ ഓരോ കല്ലിലും മരത്തിലും പുതിയ അധ്യായങ്ങൾ എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ
നമ്മുടെ പൈതൃകത്തിന്റെ ഈ കാണാചരടുകൾ എത്ര വിസ്മയകരമാണ്. ചരിത്രത്തിന്റെ അടരുകളിലേക്കുള്ള ഈ യാത്ര നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ സംസ്കാരത്തിന്റെ വേരുകൾ തേടിയുള്ള യാത്രകൾ തുടരാൻ ഈ ചാനൽ നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുക. ഓരോ നിർമ്മിതിക്കും പറയാനൊരു കഥയുണ്ട്. ആ കഥകൾ കേൾക്കാൻ, ചരിത്രത്തെ സ്നേഹിക്കാൻ ഞങ്ങളോടൊപ്പം ചേരുക.